ഹായ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ദുബായിലാണ് ഉള്ളത്. 2 ദിവസമായി ഇവിടെ. പിന്നെ 7 Seas ഹോട്ടൽ. പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് 7 Seas. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ദുബായ് ബുർജ് ഖലീഫ കാണാൻ പോവാണ്. ബുർജ് ഖലീഫയുടെ 124ാമത്തെ നിലയിൽ പോകുന്നുണ്ട്. മാക്സിമം കംപ്ലീറ്റ് വീഡിയോയിൽ എടുത്ത് ആദ്യമായിട്ട് ദുബായിലേക്ക് കയറി തട്ടെ, അതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റില്ല. പിന്നെ ദുബായ് മാള് കാണാൻ പോകണം അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ ഫൗണ്ടെയിൻ ഉണ്ടല്ലോ, ദുബായ് ബുർജ് ഖലീഫയിലൊരു മ്യൂസിക് ഫൗണ്ടെയിൻ, ആ മ്യൂസിക് ഫൗണ്ടെയിനും കാണണം. പിന്നെ തണുപ്പുണ്ട്, നല്ല തണുപ്പ് തന്നെയാണ്. ഇന്നലെ രാത്രിക്ക് വെച്ച് നല്ല തണുത്തും പിന്നെ അതേപോലെ തന്നെ തണുത്ത കാറ്റ് അടിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പിന്നെ ഹോട്ടൽ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബാത്റൂം കാര്യങ്ങളൊക്കെ ഉഷാർ ഹോട്ടലാണെന്നറിയാം. പിന്നെ അപ്പോൾ എന്തൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്നൊരു 9 മണിയാകുമ്പോഴത്തേക്ക് ബസ് വരും. നമ്മളൊരു ഗ്രൂപ്പാണല്ലോ, ഒരു 10-30 പേരുണ്ടല്ലോ ഗ്രൂപ്പിൽ. അപ്പോൾ 9 മണിക്ക് അങ്ങനെ ബസ് വന്നു കഴിഞ്ഞാൽ ബസ് കയറിയിട്ട് നേരെ ദുബായ് മാളിലേക്ക് പോകും. അവിടെയുള്ള അക്യൂറിയും മറ്റു കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ പിന്നെ ബുർജ് ഖലീഫയിലേക്ക് പോകും. നല്ല തിരക്കായിരിക്കും തോന്നുന്നുണ്ട്, ക്യൂ നിൽക്കേണ്ടി വരും. ഇന്നലെ ഞങ്ങൾ മറ്റേ ഫ്യൂച്ചർ അല്ല ദുബായ് ഫ്രെയിമിൽ പോയിരുന്നതും ഭയങ്കര ക്യൂ ആണ്. ഒരു 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് ഈ സംഭവം അവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ ഇന്നും നല്ല ക്യൂ തന്നെ ആയിരിക്കും അവിടെ പോയി ക്യൂവിൽ നിന്നിട്ട് അതും കണ്ടിട്ട് പിന്നെ കംപ്ലീറ്റ് ഒന്ന് കറങ്ങി തിരിച്ച് മറ്റേ മ്യൂസിക് ഫൗണ്ടെയിൻ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വരണം. അപ്പം റൂമൊന്ന് കാണിച്ചു തരാം. ടോയ്ലറ്റ്സ്, ബാത്ത് ടബ്, കുളിക്കാനുള്ള സൗകര്യങ്ങൾ കുഴപ്പമില്ല, എല്ലാം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, കോഫി മേക്കർ കാര്യങ്ങൾ, ടീ. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ അബദ്ധമായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത്രയൊന്നുമില്ല, വളരെ അബദ്ധം ബ്രേക്ക്ഫാസ്റ്റ്, ആവറേജ്. അതുകൊണ്ട് ആ ഫോട്ടോ ഒന്നും കാണിക്കണ്ടില്ല. ഹായ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ബുർജ് ഖലീഫയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ബുർജ് ഖലീഫ. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വളർച്ച ആരംഭിക്കുന്നത്. മൊത്തം ഈ രാജ്യത്തിന്റെ ഒരു വിസ്തൃതി 80,000 സ്ക്വയർ കിലോമീറ്റർ ആണ്, 80,000. അതിൽ 80% ലാൻഡ് വരുന്നത് ഒരൊറ്റ എമിറേറ്റ് ആണ്. നമ്മുടെ നാട് പോലെ തന്നെ നമുക്ക് വളരെ 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 ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നാട് കൂടിയാണ്. നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, ബീഹാർ, ഇതിനാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ചുരുക്കപ്പേരിൽ UAE എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ രാജ്യത്തിലും നമ്മുടെ നാട് പോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഡിവിഷൻസ് ആണ്. 7 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ ഒന്നിന്റെ പേരാണ് ദുബായ്, ഒന്നിന്റെ പേരാണ് അബുദാബി, ഒന്നിന്റെ പേരാണ് ഷാർജ, ഒന്നിന്റെ പേരാണ് അജ്മാൻ, ഒന്നിന്റെ പേര് ഉമ്മുൽ ഖുവൈറ്റ് ആൻഡ് റാസുൽ ഖൈമ ആൻഡ് ഫുജൈറ. ഇത്തരത്തിൽ 7 സ്റ്റേറ്റുകളാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ പേരുകളൊന്നും ഓർത്തിരിക്കാൻ പാടില്ല, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ 5 ദിവസം കഴിഞ്ഞ് പോകുമ്പോഴേക്കും നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും ഈ പേരുകളൊക്കെ. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് 3 പേരുകൾ ദുബായ്, അബുദാബി, ഷാർജ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനഃപ്പാടമായിരിക്കും. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ 7 സ്റ്റേറ്റുകളാണ്. എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ നാട് പോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല നമ്മൾ കാണുന്നത്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ റിവോൾവ് ചെയ്യുന്ന ഒരു നാടല്ല. എന്നുവെച്ചാൽ ഓരോ 5 വർഷം കൂടുന്ന സമയത്ത് നമുക്ക് ഇലക്ഷനുകളോ അതല്ലെങ്കിൽ മറ്റുള്ള ക്യാമ്പയിനുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നഗരം കൂടിയാണ്. ഒരു മൊണാർക്കിയൻ സിസ്റ്റമാണ്.
ഇന്നും ലോകത്തിൽ രാജഭരണം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിലൊന്നാണ് നമ്മൾ കാണുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ആരാണ് ഇവിടെ ഭരിക്കുന്നത്? റോയൽ ഫാമിലീസ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഒരു സിസ്റ്റം, ആ സെയിം സിസ്റ്റം ഫോളോ ചെയ്യുന്ന ലോകത്തിലെ വളരെ ചുരുക്കം നഗരങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളിലൊന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ഈ 7 സ്റ്റേറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് 6 രാജകുടുംബങ്ങൾ ചേർന്നിട്ടാണ്. ഈ 6 രാജകുടുംബങ്ങളിലെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് 3 ഇമറാത്തി ഫാമിലികളാണ്, അല്ലെങ്കിൽ 3 രാജകുടുംബങ്ങളാണ്, 3 റോയൽ ഡൈനാസ്റ്റിയാണ്. അതിൽ ഒന്നിന്റെ പേരാണ് അൽ മക്തൂം, ഒന്നിന്റെ പേരാണ് അൽ നഹിയാൻ, ഒന്നിന്റെ പേരാണ് അൽ കാസ്മിയ. ഇതിൽ അൽ മക്തൂം എന്ന് പറയുന്ന രാജകുടുംബം അവരാണ് ദുബായ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അൽ നഹിയാൻ എന്ന് പറയുന്ന രാജകുടുംബം അവരാണ് അബുദാബി എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അൽ കാസ്മിയ എന്ന് പറയുന്ന രാജകുടുംബം അവരാണ് ഷാർജനെയും റാസുൽ ഖൈമയെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ മൊത്തം പോപ്പുലേഷൻ 10 മില്യൺ, 1 കോടി ആളുകളാണ് ആകെ ഈ രാജ്യത്തിലുള്ളത്. ഇതിൽ 80% എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആളുകളും ബാക്കി 20% മാത്രമാണ് ലോക്കൽ ആയിട്ടുള്ള ഇമറാത്തുകൾ എന്ന് വിളിക്കുന്ന അറബികളായിട്ടുള്ള ആളുകളുള്ളത്. ഈ 80%-ൽ ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാനിയുണ്ട്, ബംഗ്ലാദേശുണ്ട്, 190 രാജ്യത്തെ ആളുകൾ ചേർന്ന് താമസിക്കുന്ന ഒരു മെൽറ്റിംഗ് പോട്ട്, അതല്ലെങ്കിൽ വളരെയധികം വൈവിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിന്ന് കാണുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം. ഒരു സഞ്ചാരി ദുബായ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു എമിറേറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ദുബായ് എന്ന് പറയുന്ന നഗരം ആ ഒരു സഞ്ചാരിയെ ഭ്രമിപ്പിക്കാൻ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ ലാൻഡിന് പറയുന്ന മറ്റൊരു പേരാണ് ദ ലാൻഡ് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. ഒരുപാട് ലോകത്തിലെ വേൾഡ് റെക്കോർഡ്സ് സമന്വയിപ്പിച്ചുള്ളവരും 4000 സ്ക്വയർ കിലോമീറ്ററിലെ പാലക്കാട് ജില്ലയുടെ അത്രമാത്രം വലുപ്പമുള്ള ഒരു ഭൂമികയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ദുബായ് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് പറയുന്ന പേരാണ് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തേക്ക് വരുന്ന ഒരു സഞ്ചാരി എങ്ങനെയൊക്കെയാണ് ഈ നഗരം ഭ്രമിപ്പിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി കെട്ടിടം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലല്ല പോകേണ്ടത്, നിങ്ങൾ വരേണ്ടത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവർ കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ അത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് പാർക്കുള്ളത് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്ക് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നീന്തൽക്കുളം ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനോസർ പാർക്ക് ദുബായിലാണ്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് ഈ രാജ്യം കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഭാഗം. ഇത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്ന്, ലോകത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള നഗരങ്ങളിലൊന്നും കൂടിയാണ് ദുബായ് എന്ന് പറയുന്ന നഗരം. കാരണം രാത്രി 2 മണിക്കോ 1 മണിക്കോ 12 മണിക്കോ ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും സുരക്ഷിതമായി നടന്നു പോകാൻ പറ്റുന്ന തെരുവോരങ്ങളുള്ള സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. കാരണം 80% എക്സ്പാട്രിയേറ്റ്സ് ഉള്ളത് ഇന്ത്യനും പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇവിടെ നിന്നാണ് ദുബായിയുടെ ഒരു മോഡേൺ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം കാണുന്നത് ഒരു മെട്രോ ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മെട്രോ ആണ്. നിങ്ങളുടെ ഇടതുവശത്ത് തൊട്ട് പുറകിൽ കാണുന്നതാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഇവിടെ ആദ്യമായിട്ട് നിർമ്മിച്ച മോഡേൺ ബിൽഡിംഗ്. 1970-കളിലാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കിയ സമയത്ത് അതായിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ്. ഇന്ന് ഈ കാണുന്ന ഈ ബിൽഡിംഗ്, ഈ ഒരു മെട്രോ, ഇതാണ് ലോകത്തിലെ നീളം കൂടിയ ഡ്രൈവർ ഇല്ലാതെ അതിനകത്ത് വണ്ടി ഓടിക്കാനോ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനോ വണ്ടി ഗേറ്റ് തുറക്കാനോ ഗേറ്റ് അടക്കാനോ മറ്റൊരു കാര്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസും ഇല്ലാതെ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോ ലൈനാണ് നമ്മൾ കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി 80 കിലോമീറ്റർ ദുബായിയുടെ മൊത്തം ഏരിയനെ കൺട്രോൾ ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ദുബായ് മെട്രോ. 2 ലൈനുകളാണ്, ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് റെഡ് ലൈനും. അല്ല, നമ്മൾ ഈ കാണുന്ന റെഡ് ലൈൻ ആണ്. റെഡ് ലൈൻ എന്നുള്ളതുകൊണ്ട് വ്യത്യാസം, ഒന്ന് റെഡ് ലൈൻ ദുബായിയുടെ അർബൻ ഏരിയകളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ദുബായ് റെഡ് ലൈൻ. ദുബായിയുടെ റൂറൽ ഏരിയനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിന്റെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഫ്യൂച്ചർ മ്യൂസിയം ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഭാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ 2070-കളിലും 2080-കളിലും ഈ ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഇന്ന് നമ്മൾ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന റോബോട്ടിക് സയൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനുഷ്യനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ഭാവിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു മ്യൂസിയമാണ് നമ്മൾ കാണുന്നത്. കാരണം എല്ലാ മ്യൂസിയങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് ഹിസ്റ്ററിയെ കുറിച്ചാണ്, ചരിത്രത്തെ കുറിച്ചാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ ഈ മ്യൂസിയം സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലുകളിൽ ഒന്നായിട്ടുള്ള ജിവോറ എന്ന് പറയുന്ന ഹോട്ടൽ. ഇന്ന് ആ ഹോട്ടലിന്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഇൻഫാക്ട് ലോകത്തിലെ ആദ്യത്തെ 4 വലിയ ഹോട്ടലുകൾ ഈ നഗരത്തിലാണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ആൻഡ് ഫിഫ്ത്ത് ആസ് വെൽ. അത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഒരു ഭാഗമാണ് 8 ട്രാക്കുകളുള്ള, 6 മുതൽ 8 ട്രാക്കുകളുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള എക്സ്പ്രസ് ഹൈവേ വഴിയാണ് നമ്മൾ പോകുന്നത്. 1, 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റും. ഇത്തരത്തിൽ
മില്യൺസ് ഓഫ് വെഹിക്കിൾസ് ആണ് ഓരോ വർഷം ഈ വീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ബിസി ആയിട്ടുള്ള റോഡുകളിലൊന്നുകൂടിയാണ്, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള റോഡുകളിലൊന്നുകൂടിയാണ്. അത് മാത്രമല്ല ഈ റോഡിന്റെ പകുതി ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതാണ് ദുബായ് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഭാഗം. 2000 കോടി ഡോളറാണ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ദുബായിയുടെ ഇൻവെസ്റ്റ്മെന്റ് വിങ് ആ ഒരു ഭാഗത്തേക്ക് മാത്രം പമ്പ് ചെയ്ത പൈസ 20 ബില്യൺ USD, 2000 കോടി ഡോളർ. 400 ഏക്കർ സ്ഥലമായിരുന്ന മിലിറ്ററി കോമ്പൗണ്ട് എന്ന സ്ഥലത്തിനെ ലോകത്തിന്റെ ഒരു പ്രൈം പോയിന്റ് അല്ലെങ്കിൽ ലോകത്തിന്റെ അഡ്രസ് ആക്കി മാറ്റിയ സ്ഥലം. അതാണ് നിങ്ങൾ കാണാൻ പോകുന്ന ബുർജ് ഖലീഫ എന്ന് പറയുന്ന കെട്ടിടം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 829 മീറ്റർ ഉയരമുള്ള 163 നിലകളുള്ള ലോകത്തിലെ 9 വേൾഡ് റെക്കോർഡ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ വേൾഡ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. രണ്ടാമത്തെ വേൾഡ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹ്യൂമൻ ഹാബിറ്റബിൾ ബിൽഡിംഗ്, മനുഷ്യവാസ യോഗ്യമായിട്ടുള്ള ബിൽഡിങ്ങുകളിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്, അതാണ് ബുർജ് ഖലീഫ. മൂന്നാമത്തെ വേൾഡ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബിൽഡിംഗ്. നാലാമത്തെ വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കാപ്പി കുടിക്കണമെങ്കിൽ യു ഹാവ് ടു കം ടു ബുർജ് ഖലീഫ. അതൊരു റെസ്റ്റോറന്റ് ആണ്, റെസ്റ്റോറന്റിന്റെ പേരാണ് അറ്റ്മോസ്ഫിയർ, അത് അതിനകത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾക്ക് കുളിക്കണമെങ്കിൽ യു ഹാവ് ടു കം ടു ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ജാക്കുസി നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു കം ടു ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിങ്ങൾക്ക് ഒരു വാഷ്റൂമിൽ പോകണമെങ്കിൽ യു ഹാവ് ടു കം ടു ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൽ നിങ്ങൾ വരേണ്ട സ്ഥലമാണ് ഹബീബി കം ടു ബുർജ് ഖലീഫ. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ലിഫ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ലിഫ്റ്റുകളൊന്നും. നമ്മൾ ഇന്ന് വരെ നമ്മൾ പരിചയിച്ച ലിഫ്റ്റിന്റെ ഒരു വേഗതയൊക്കെ പൊളിച്ചെടുക്കുന്ന ലിഫ്റ്റാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്ന കെട്ടിടത്തിനകത്തുള്ള ലിഫ്റ്റ്. ഇപ്പോൾ സാധാരണ ഒരു ബിൽഡിങ്ങിനകത്ത് പോകുന്ന സമയത്ത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 10 നില ബിൽഡിങ്ങിലേക്ക് പോകണമെങ്കിൽ എടുക്കുന്ന ആവറേജ് സമയം ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ആണെങ്കിൽ നമ്മൾ ആ ഒരു ആവറേജ് സമയം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു 100 നിലയിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ നമുക്കൊരു 100 അല്ലെങ്കിൽ 150 സെക്കൻഡ് വേണ്ടി വരും, വേണ്ടേ? പക്ഷേ 0-ൽ നിന്നും 125ാമത്തെ ഫ്ലോറിലേക്ക് ബുർജ് ഖലീഫ ലിഫ്റ്റ് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു 58 സെക്കൻഡ് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ആണ് ഈ ലിഫ്റ്റ് നിങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് ഒരാളെ അല്ല, 25 പേർക്ക് വരെ ഒരേ സമയം കയറാൻ പറ്റുന്ന, ഏറ്റവും മിനിമം 20 പേര് കയറുന്ന ഒരു ലിഫ്റ്റിനകത്ത് 1200 കിലോഗ്രാമാണ് ഏറ്റവും മിനിമം ആ ലിഫ്റ്റ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള വണ്ടറാണ് നമ്മൾ കാണാൻ പോകുന്ന ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. മാത്രമല്ല ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള വെറും 5 വർഷം കൊണ്ടാണ്. 5 വർഷം കൊണ്ട് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളത് 163 നിലകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 365 ദിവസമാണെങ്കിൽ 5 വർഷം എന്ന് പറഞ്ഞാൽ 1825 ദിവസമാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്നു. ആ 1825 ദിവസം കൊണ്ട് ബുർജ് ഖലീഫ എന്ന് പറയുന്ന കെട്ടിടം MR എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത് 163 നിലയാണ്. എന്ന് വെച്ചാൽ 1825 ഡിവൈഡഡ് ബൈ 163 ഒരു ഫ്ലോർ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് വേണ്ടി വന്ന വെറും 11 ദിവസമാണ്. കൺസ്ട്രക്ഷൻ മാത്രമല്ല, കംപ്ലീറ്റ് ഫുള്ളി ഓപ്പറേറ്റബിൾ ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി പാകത്തിൽ നമുക്കൊരു വീട് ഉണ്ടാക്കാൻ 11 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. 2000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ അത്രയും പോകുന്നതാണ് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഭാഗം നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ആ കാണുന്നതാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്ന കെട്ടിടം. 163 നിലകൾ, 25,536 ഗ്ലാസ് പാനലുകളും ഒരു ഡേ ടൈമിൽ നമുക്കൊരു ചില്ലുകൊട്ടാരമായിട്ട് കാണാൻ പറ്റുന്ന സമയം, രാത്രി സമയങ്ങളിൽ ഒരു സിനിമാ സ്ക്രീൻ പോലെ അത്രയും കാഴ്ചകൾ വരുന്ന ഒരു LED സ്ക്രീൻ പോലെ മാറുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ വൈകുന്നേരം കാണാൻ പോകുന്നത്. ആ ഒരു കെട്ടിടം കൂടിയാണ് നമ്മൾ കണ്ട മാത്രം. അതിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയങ്ങളൊന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. 150 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ഡൈനോസറിന്റെ ഫോസിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ ഒരു ഒളിമ്പിക് സൈസ് മത്സരം നടത്താൻ പറ്റാത്ത തരത്തിൽ ഒരു ഒളിമ്പിക് സൈസ് റിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരുപാട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കെട്ടിടങ്ങളും കാണാൻ പറ്റും. അത് മാത്രമല്ല, മറ്റൊരു മേജർ അച്ചീവ്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന പച്ചപ്പ്. നമ്മൾ ഇന്നലെ വരുമ്പോൾ പറഞ്ഞിരുന്നു, കാരണം ഇതൊരു മരുഭൂമിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ദുബായ് മാളിലുള്ള അക്വേറിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണെന്നറിയാം. വലിയൊരു അക്വേറിയം, വലിയ അക്വേറിയം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. പലതരത്തിലെ ഫിഷുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എന്ന് പറയാം, ചെറിയ ചെറിയ ഫിഷുകളാണ്, പലതരത്തിലുള്ള ഫിഷുകളുണ്ട്, കൂട്ടം കൂട്ടമായിട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ. ഇതിൽ സ്വിം ചെയ്യുന്നുണ്ട് ആൾക്കാരെന്ന് തോന്നുന്നുണ്ടല്ലേ, ആ സൈഡിൽ കൂടെ സ്വിം ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ. ഇതിൻ്റെ മുകളിൽ അങ്ങനെയായിട്ട് വലിയൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ എനിക്ക് ഏറ്റവും വലിയ LED സ്ക്രീനാണ് തോന്നുന്നുണ്ട്. ഈ ഫോണിൽ എടുക്കുമ്പോൾ കിട്ടുന്നില്ല കറക്റ്റായിട്ട്. ഭയങ്കര വലിയൊരു LED സ്ക്രീന്. എന്തായാലും ദുബായ് മാളിലെ ഈ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴുണ്ടെന്ന് പറയാം.
ദുബായ് മാൾ. ഇത് ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻഡോർ വാട്ടർ ഫൗണ്ടെയിനാണ്. ഹ്യൂമൻ വാട്ടർഫാൾ എന്നാണ് ഇതിനെ പലരും വിളിക്കുന്നതെന്നറിയാം. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു അമേരിക്കൻ ആർട്ടിസ്റ്റായ പോൾ മോറിസ് ആണ്. ഏകദേശം ഒരു 24 മീറ്റർ ഉയരമുണ്ട്. അതായത് ഈ ദുബായ് മാളിൻ്റെ 3 ഫ്ലോറിലും നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പറ്റുമെന്നറിയാം. പിന്നെ ഏകദേശം ആൾക്കാരിങ്ങനെ താഴത്തേക്ക് ഡൈവ് ചെയ്യുന്നത് പോലെ ഒരു സ്കൾപ്ചറുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദുബായിയുടെ ഒരു പഴയ കഥയാണ് പറയുന്നത്. എന്താ പറയുക, ഇത് പ്രധാനമായി ഓയിൽ കിട്ടുന്നതിന് മുമ്പ് ദുബായിയുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ പേള് ഡൈവിംഗ് ആയിരുന്നു. ഇതിനാൽ ഈ ഫൗണ്ടെയിൻ ദുബായിലൊരു ഓൾഡ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഒറിജിനൽ ഡൈനോസറിൻ്റെ ഫോസിൽ, മാളിലുള്ള ഒറിജിനൽ ഡൈനോസറിൻ്റെ ഫോസിലാണെന്ന് പറയുന്നത്. ഏകദേശം 155 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ഡിപ്ലോഡോക്സ് ഡൈനോസറിൻ്റെ യഥാർത്ഥ അസ്ഥിക്കൂടാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ വൈവോമിംഗ് സംസ്ഥാനത്ത് 2008 ഇത് കണ്ടെത്തിയത്. 2014 മുതൽ ദുബായിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് പ്രദർശിപ്പിച്ചിട്ടെന്നറിയാം. ഇതിൻ്റെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 24 മീറ്റർ നീളവും 7 മീറ്റർ ഉയരവും ഉണ്ട്. ഏകദേശം ഇതിൻ്റെ 90% അസ്ഥികൾ ഒറിജിനലാണെന്നറിയാം, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഇത് കാണാൻ എത്ര ജനങ്ങളാണെന്നറിയാം വന്ന് കണ്ടിരിക്കുന്നത്. എന്നാലും നമുക്കിവിടെ ദുബായിൽ വന്ന ഈ ഒറിജിനൽ ഒരു ഫോസിലിനെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നറിയാം. ബുർജ് ഖലീഫയുടെ മുകൾ ഫ്രണ്ട് ഫോട്ടോ ഫ്രെയിം സെക്ഷൻ. ഓ, ബ്യൂട്ടിഫുൾ വ്യൂ, നല്ല വ്യൂ. നമ്മൾ ഈ ബുർജ് ഖലീഫയുടെ എത്രാമത്തെ നിലയിലാണ് കയറാൻ പോകുന്നത്? 124ാമത്തെ നിലയിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ബുർജ് ഖലീഫ. ഇതാണ് നമ്മൾ ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് ഭാഗം. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നിങ്ങളിതിൻ്റെ 126ാമത്തെ നിലയിലേക്ക് കയറിപ്പോകണം. എൻ്റെ ഒരു പ്ലാനിങ് ആണ്. ഞങ്ങൾ ക്യൂവിലാണ് നിൽക്കുന്നത്. ക്യൂവിലിങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ മ്യൂസിക് ഫൗണ്ടെയിൻ, ദുബായ് മാള് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തുടങ്ങാൻ തന്നെ ഞാൻ കറങ്ങി വരാം. കേട്ടോ,
നമ്മളിപ്പം ക്യൂവിലാണ്, നീണ്ട ക്യൂ. എനിക്ക് തോന്നുന്നൊരു മിക്കവാറും 2 മണിക്കൂർ എടുക്കും ഇതിൻ്റെ മേലത്ത് ഗേറ്റിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. അത്രയും ക്യൂ ആണ്. ക്യൂവിലിങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് നട്ടുച്ച നേരം, ഫുഡ് കഴിച്ചിട്ടില്ല. അറ്റ് ദി ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ വെയിറ്റിംഗ്. ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഏകദേശം ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇന്ന് ലീവൊന്നുമില്ല. ഞങ്ങൾ 2-3 മണിക്കൂറോളം ക്യൂവിൽ വന്നു. ലിഫ്റ്റിലൊരു 15 ആളെ വെച്ചിട്ടാണ് ലിഫ്റ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ബുർജ് ഖലീഫ കാണാൻ പോവുകയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ ക്യൂവിലൊക്കെ നടന്നു പോകല്ലേ. ഞങ്ങളിപ്പം ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലാണ്. ആ ശബ്ദം കണ്ടല്ലേ, ലിഫ്റ്റ് പോകുന്ന ശബ്ദമാണ് അല്ലേ. താഴത്തേക്ക് വരുന്നതാണ് ലിഫ്റ്റ്. ഇതിങ്ങനെ തന്നെ മേലോട്ട് കയറി ഇതിങ്ങനെ താഴത്തേക്ക് വരുമായിരിക്കും അല്ലേ. അല്ല, അതങ്ങനെ ഒന്നും കയറിപ്പോന്ന് ഇതിങ്ങോട്ട് താഴത്തേക്ക് വരും. 125 ഓക്കെ. 4 സെക്കൻഡ്, 124, 18 സെക്കൻഡ്, 19 സെക്കൻഡ്, 154, 124, മൊത്തം എത്രയാണ്? 400 മീറ്റർ അല്ല, 400 മീറ്റർ മൊത്തം. 98, 100ാമത്തെ നില എത്തിട്ടോ. നല്ല ചെവി ഭയങ്കര പ്രശ്നമാവും അല്ലേ. ചെവിക്ക് പ്രശ്നം ഉണ്ടാവും അല്ലേ. ഉമിനീരിറക്കാൻ കേട്ടോ. 124ാമത്തെ നില അല്ലേ. പിന്നെ അതിൻ്റെ നടന്നു പോയാൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലേ. ഇനി ഇത് താഴത്തേക്ക് വരണ്ടേ അല്ലേ. അതായത് 400 നില 10 സെക്കൻഡ്. ഇറങ്ങി വരാനും 133 സെക്കൻഡ്. 132, 134, 80, 70. ഓരോരോ നിലയാണല്ലേ. 28, 25 നില, 24ാമത്തെ ഫ്ലോറ്. 60 സെക്കൻഡ്, കറക്റ്റ് 60 സെക്കൻഡ്. അറ്റ് ദി ടോപ്പ് ഓഫ് മാതാവ്. എത്ര വരെ? 15. എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എനിക്ക് പറയാൻ ആളില്ല. അടച്ചോ? ഇവിടെയാണ് ഗേറ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ. തമിഴോ? അത് നോക്കാം. മാലപ്പാറുണ്ട്. ആദ്യം വളരെ സ്ലോ അല്ലേ, പിന്നെ പിന്നെ സ്പീഡ് കൂടും. ഇപ്പോൾ വളരെ സ്ലോ. ചെവിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഉമിനീരിറക്കി കേട്ടോ. സ്പീഡ് കൂടി. ചെവിൻ്റെ പ്രശ്നം ഉണ്ടാ.
മുന്നിലിറങ്ങി 100 നില 124 ചെവി ബുർജ് ഖലീഫ ഒബ്സർവേഷൻ വലത് കാലം വെച്ച് കിടക്കാം കേട്ടാ. ഇവിടെ വെയിറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഫോട്ടോ എക്സ്ക്യൂസ് മീ, മീറ്റ് ബുർജ് ഖലീഫയുടെ 127 നില. ഫോട്ടോ എടുക്കാം, നല്ല ഫോട്ടോ. കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഈ ലൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഈ ഗ്ലാസിൻ്റെ അടുത്ത് വരുന്നത്? അങ്ങോട്ട് നോക്കിയോ? ബുർജ് അൽ അമാർ. എല്ലാടെ മാർ ബിൽഡിംഗ് അല്ലേ? तिकडे जायला जाऊ जवळ Dubai, New Dubai and Old Dubai. ക്ലാരിറ്റി വന്നോളൂ, ഒന്ന് വരുന്നുണ്ടോ? 124 നിലയിൽ നിന്ന് ഇനിയിപ്പോൾ 125 നിലയിലേക്ക് നടന്ന് കയറിപ്പോണം അല്ലേ? ഓക്കെ. തണുത്ത കാറ്റിൻ്റെ ഏറ്റവും മേലെ വരുന്ന എന്തുകൊണ്ടെന്ന് അറിയുമോ? ഇതിൻ്റെ മുകൾ ഭാഗങ്ങളിൽ ഏകദേശം തണുപ്പുള്ള അന്തരീക്ഷമായിരിക്കും, അതുകൊണ്ട് ഒരു തണുത്ത കാറ്റ് വരും. താഴത്തേക്ക്
നമ്മളിപ്പോൾ രാത്രി ദുബായ് ബുർജ് ഖലീഫയിൽ മ്യൂസിക് ഫൗണ്ടൈൻ കാണാൻ പോവാണ്. ഇവിടെ രാത്രി മ്യൂസിക് ഫൗണ്ടൈൻ കണ്ടിട്ട് വരാം. നമുക്ക് നമസ്കാരം. നമ്മൾ ബുർജ് ഖലീഫയിൽ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രാത്രിത്തെ ലൈറ്റ് ഷോ കണ്ടിട്ട് മാളിലാണ്, ദുബായ് മാളിലാണ്. നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് ഷോ? നമ്മളിവിടെ നേരത്തെ വന്ന് കംപ്ലീറ്റ് മാറിയില്ലേ? ഒന്നിച്ചെന്നില്ലെങ്കിലില്ലേ പണി ബ്യൂട്ടിഫുൾ. എങ്ങനെ ഇവിടെയാണ് ഫൗണ്ടൻ ഷോ. ഇവിടെ തന്നെ നിൽക്കാൻ ഇവിടെ തന്നെ ഉണ്ടാവും.